എന്തിനു വേണ്ടി ഈ ജീവിതം? 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന ബുക്ക് എഴുതിയ സ്റ്റീഫൻ കോവി എന്ന ഗ്രന്ഥകാരൻ്റെ പുസ്തകത്തിലെ ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദിസ് ലൈഫ് ഫോർ? എന്തിനാണ് ഈ ജീവിതം? ടു ലിവ്, ടു ലവ്, ടു ലേൺ ആൻഡ് ടു ലീവ് എ ലെഗസി. രസകരമായിട്ട് എല്ലാം എൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ടു ലീവ്, ടു ലവ്, ടു ലേൺ, ടു ലീവ് എ ലെഗസി. ജീവിക്കാൻ, സ്നേഹിക്കാൻ, വളരാൻ, ഒരു പൈതൃകം അവശേഷിപ്പിച്ച് കടന്നു പോകാൻ. ജീവിതം ജീവിക്കാനുള്ളതാണ്. അതാണ് ടു ലീവ്. ജീവിതം കൊടുക്കാനുള്ളതാണ്, സ്നേഹിക്കാനുള്ളതാണ്. ടു ലവ്. ഇനി ജീവിതം പഠിക്കാനുള്ളതാണ്, വളരാൻ. പഠനം എപ്പോഴും വളർച്ചയിലേക്കാണ് നയിക്കേണ്ടത്. നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് സ്റ്റഡി, അതായത് ഒരു സ്കൂളിൽ പോയി പഠിക്കുന്ന ഒരു പഠിപ്പല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമായ രീതിയിലുള്ള ചിന്തകളാണ് ലേൺ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ലേണിംഗ് നമ്മളെ ഒരു മാറ്റത്തിലേക്ക് നയിക്കണം. മാറ്റത്തിലേക്ക് നയിക്കുന്ന പഠനമാണ് ടു ലേൺ എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റീഫൻ കോവി ഉദ്ദേശിക്കുന്നത്. ജീവിതം ജീവിക്കാനുള്ളതാണ്, അല്ലേ? പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റിന്റെ അസാധാരണമായ പ്രചാരണത്തിന് കാരണം ഈ ജീവിതം ജീവിക്കാൻ തന്നെയുള്ളതാണെന്നാണ് അദ്ദേഹവും പഠിപ്പിക്കുന്നത്. അതിൽ ഓരോ വ്യക്തിക്കും പൂർത്തീകരിക്കാൻ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലെജൻഡ്, ഒരു പൈതൃകം അവശേഷിച്ച് കടന്നു പോകുക എന്നുള്ളതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് ഇനി പറയുന്നത്. ജീവിതം ജീവിക്കാനുള്ളതാണ്, സ്നേഹിക്കാനുള്ളതാണ്, വളരാനുള്ളതാണ്, അതേപോലെ തന്നെ ഒരു പൈതൃകം അവശേഷിപ്പിച്ച് കടന്നു പോകാനുള്ളതാണ്. ടു ലീവ് എ ലെഗസി. അപ്പോൾ ഒരു ദൗത്യത്തിലേക്കാണത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു ദൗത്യം ഉണ്ടായിരിക്കണം. മിക്കവരും ഈ ദൗത്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ദൗത്യത്തിന്റെ കണ്ടെത്തലും നിറവേറ്റലും ശ്രമകരമാണെങ്കിലും ആനന്ദദായകമാണ്. നമുക്ക് വെച്ചിട്ടുള്ള ദൗത്യം നമ്മൾ കണ്ടെത്തി അത് നിറവേറ്റുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം, അതിനപ്പുറം ആനന്ദം. സാന്ത്യാഗോ എന്ന ഇടയബാലനെ അവന്റെ അന്വേഷണ യാത്രയിൽ പലതും നഷ്ടമാകുന്നു. പക്ഷേ ഒടുവിൽ അവൻ അവനെ കണ്ടെത്തുന്നു, അവനെ തന്നെ നേടുന്നു. ഇവിടെയാണ് ഈ 100 തീപ്പൊരി ചിന്തകൾ എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ്, പേജ് നമ്പർ 80 ഇത് ഉള്ളത്. നമ്മൾ പഠിക്കുക, നമ്മുടെ ദൗത്യം മനസ്സിലാക്കുക, അതിനുശേഷം അവനവനെ തന്നെ കണ്ടെത്തുക. എന്താണ് ഞാനെന്ന് മനസ്സിലാക്കുക, നമ്മളെ തന്നെ നേടിയെടുക്കുക. അപ്പോഴാണ് നമുക്കിവിടെ ഈ ഭൂമിയിൽ ഒരു പൈതൃകം അവശേഷിപ്പിച്ച് പോകാനായിട്ട് സാധിക്കുക. അപ്പോ രേണുസുതി നമ്മുടെ വിഷയത്തിൽ കടന്നു വരുന്നതാണ്. ഇപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബേഴ്സ് നമുക്ക് എന്തിനു വേണ്ടിയാണ് ഈ ജീവിതം എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. രേണുസുതി ഓരോ ഘട്ടത്തിലും 1 മണിക്ക് എന്ത് ചെയ്തു, 2 മണിക്ക് എന്ത് ചെയ്തു, 3 മണിക്ക് എന്ത് ചെയ്തു, 4 മണിക്ക് എന്ത് ചെയ്തു, ചെയ്തതൊക്കെ തെറ്റല്ലേ? ചെയ്തതൊന്നും തെറ്റല്ല, ചെയ്തതെല്ലാം ശരിയാണ്. രേണുസുതി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കളിയിൽ ഏർപ്പെടുമ്പോൾ, ഞാൻ ഇതിനു മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ബിഗ് ബോസിന് ചില നിബന്ധനകളുണ്ട്. പോകുന്ന കാര്യം അനൗൺസ് ചെയ്ത് പോകാൻ പാടില്ല, അതൊരു നിയമമാണ്. ബിഗ് ബോസിലൊക്കെ സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അത് ചിലർക്ക് സൗഭാഗ്യമായിട്ട് തോന്നും, ചിലർക്ക് സംബന്ധിച്ചിടത്തോളം അത് സൗഭാഗ്യമായിട്ടൊന്നും തോന്നില്ല. പക്ഷെ എന്തായാലും ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു സൗഭാഗ്യമായിട്ട് തന്നെയാണ് രേണുസുതി കണക്കാക്കിയിരുന്നത്. പക്ഷെ രേണുസുതിക്ക്
അതിൽ എത്തുന്ന വരെ ഉറപ്പില്ല. ആ അനിശ്ചിതാവസ്ഥ മനസ്സിലാക്കേണ്ടതാണ്. രേണുസുതിയുടെ ഭാഗത്ത് നിന്നുള്ള അനിശ്ചിതാവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതേപോലെ തന്നെ അതിന്റെ നിയമങ്ങൾ, അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു, ബിഗ് ബോസിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ രേണുസുതി കളിക്കുന്ന കളികൾ അതിന്റെ നിയമത്തിന് അനുസൃതമായിട്ടായിരിക്കും. അതിന് ചില മറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ടായിരിക്കും അവൾ കളിക്കുക. അപ്പോ അതിലെ നുണ സത്യം എന്നുള്ളതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കില്ല. അതൊരു നുണയല്ലേ, ഇതൊരു സത്യമല്ലേ, അങ്ങനെ വഴക്ക് പിടിക്കേണ്ട ഒരു ആവശ്യം ഈ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിനില്ല. അത് ബിഗ് ബോസിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കുമ്പോഴാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു നോക്കൂ. അത് ഈ പറയുന്നവർ, ഇപ്പൊ ചില കൊച്ചിക്കാരൻ എന്ന് പറയുന്നത് സജീന, ഇവരൊക്കെ പറയുന്ന ആള് ബിഗ് ബോസിൽ പോകാനായിട്ട് കാത്തിരിക്കുകയും അതിന്റെ നിയമങ്ങൾ അനുസരിക്കുകയും അവിടെ നിന്ന് വിളി വരാതിരിക്കുകയും ചെയ്യുമ്പോഴൊക്കെയാണ് അതിന്റെ ഒരു ടെൻഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇത്തരം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ രേണുസുതി നുണ പറഞ്ഞു എന്ന് പറയുന്നത് ഒരു ബുദ്ധിശൂന്യത തന്നെയല്ലേ? അല്ലേ? നമ്മൾ പഠിക്കണ്ടേ, നമ്മൾ വളരണ്ടേ, നമ്മൾ സ്നേഹിക്കണ്ടേ? നമ്മൾ ചില സന്ദർഭങ്ങളിൽ, ഞാനായാലും കൊച്ചിക്കാരനായാലും സജീനയായാലും രേണുസുതി ആയാലും പല സന്ദർഭങ്ങളിലും തെറ്റായ തീരുമാനങ്ങൾ, തെറ്റായിട്ടുള്ള വാക്കുകൾ, ബുദ്ധിശൂന്യമായ ഇടപെടലുകൾ, ഇതൊക്കെ നടത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് തെറ്റുകളുണ്ട്, അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കണം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് അങ്ങനെ ഒരു സ്നേഹത്തിന്റെ നാടിനായി പരിശ്രമിക്കാം. താങ്ക് യു.